ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമ്മിൻ്റെ ഒരു അനുബന്ധ പേപ്പറായ ജനറൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതി അറിയിക്കുക. കൂടാതെ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ റെഡിയായ നമ്മുടെ സോഷ്യോളജിയുടെ ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്കിൻ്റെ, പിന്നെ അതേപോലെ എക്കണോമിക്സിൻ്റെ 2 യൂണിറ്റിൻ്റെയൊക്കെയാണ് നോട്ട്സ് റെഡി ആയിട്ടുള്ളത്. മലയാളം നോട്ട്സ്, ഹെഡിങ്ങൾ ഇംഗ്ലീഷിലുണ്ടാവും. അപ്പോൾ ആ നോട്ട്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ഫസ്റ്റ് സെമ്മ് വീഡിയോസ് ഇട്ടപ്പോൾ അതിലെൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ വരിക. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച്. മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന വാക്ക് രൂപം കൊണ്ടത്. മൈക്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്മോൾ അല്ലെങ്കിൽ ചെറുത് എന്നാണ്. ഓസ്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റാഗ്നർ ഫ്രിച്ച് ആണ് 1933 സാമ്പത്തിക സാഹിത്യത്തിൻ്റെ ഒരു കൃതിയിൽ ഈ പദം, മൈക്രോ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേക മേഖലയായിട്ട് മൈക്രോ എക്കണോമിക്സ് വികസിപ്പിച്ചെടുക്കുന്നതിൽ ആഡം സ്മിത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആഡം സ്മിത്തിനെയാണ്. അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ചെറിയ സാമ്പത്തിക ഘടകങ്ങളുടെ ചെറിയ യൂണിറ്റുകളിലാണ് മൈക്രോ എക്കണോമിക്സ് ശ്രദ്ധ ചെലുത്തുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായതെന്നാണല്ലോ. ഉപഭോക്താക്കൾ, തൊഴിലാളികൾ, സേവകർ, ബിസിനസ് മാനേജർമാർ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, വ്യവസായങ്ങൾ, വിപണികൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിൽ മൈക്രോ എക്കണോമിക്സ് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഉപഭോക്താക്കൾ എത്ര വ്യത്യസ്ത സാധനങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തൊഴിലാളികൾ ഏതൊക്കെ തൊഴിലുകൾ സ്വീകരിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പറയുന്നത് കേട്ടോ. ബിസിനസ്സുകാർ എത്ര ജീവനക്കാരെ നിയമിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഈ തീരുമാനങ്ങളെ ബാധിക്കുന്ന വേരിയബിളുകളും അതുപോലെ തന്നെ നിരവധി ചെറിയ തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങൾ വലിയ സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുന്നത്. ഈ നിർദ്ദിഷ്ട തീരുമാനങ്ങളിൽ വിലകൾ ചെലുത്തുന്ന കാര്യമായ സ്വാധീനം കാരണം മൈക്രോ എക്കണോമിക്സിനെ വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ 1 വേർഡ് വരും കേട്ടോ. മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം. മൈക്രോ എക്കണോമിക്സ് നിരവധി അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ പ്രധാന തത്വങ്ങളിൽ ഒന്നാമത്തതാണ് സപ്ലൈ ഡിമാൻഡ് സന്തുലിതാവസ്ഥ. സപ്ലൈ വിതരണം, ഡിമാൻഡ് ആവശ്യം, സന്തുലിതാവസ്ഥ. വിതരണത്തിൻ്റെയും ഡിമാൻഡിൻ്റെയും സിദ്ധാന്തം വിലകൾ നിർണ്ണയിക്കുന്നു. ഇത് സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി ഉൽപ്പാദക സിദ്ധാന്തമാണ് രണ്ടാമത്തെ അടിസ്ഥാന തത്വമാണ് ഉൽപ്പാദന സിദ്ധാന്തം. ഈ ആശയം ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയകളെയാണ് പരിശോധിക്കുന്നത്. ഉൽപ്പാദന ചെലവാണ് അടുത്തൊരു തത്വം. ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ വില ഉൾപ്പെടുന്നതാണ് അത് ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത്. അത് ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ വില നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തൊരു തത്വമാണ് ഘടകങ്ങളുടെ വില നിർണ്ണയം. ഇത് ഉൽപ്പാദന ഘടകങ്ങളുടെ വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ട് അതിനൊക്കെ എന്ത് വില വരുന്നുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതാണത്. ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ് ആണ് നോക്കാനുള്ളത്. നിർവചനങ്ങൾ. ഗാർഡനർ ആക്ലിയുടെ അഭിപ്രായത്തിൽ വ്യവസായങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള മൊത്തം ഉൽപ്പാദനത്തിൻ്റെ വിഭജനം, മത്സരിക്കുന്ന ഗ്രൂപ്പുകൾക്കിടയിൽ വിഭവങ്ങളുടെ വിഹിതം എന്നിവയുമായി മൈക്രോ എക്കണോമിക്സ് ഇടപെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പോൾ സാമുവൽസൺ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മാർക്കറ്റ് മെക്കാനിസം എന്നറിയപ്പെടുന്ന ബന്ധങ്ങളുടെ സങ്കീർണ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ 2 ഡെഫിനിഷൻസാണ് നമുക്ക്. ആരുടെയൊക്കെയാണ്? ഗാർഡനർ ആക്ലിയുടെയും പിന്നെ പോൾ സാമുവൽസണിൻ്റെയും നിർവചനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, സ്കോപ്പ് എത്രത്തോളമാണ്, അത് നമ്മൾ പല തിയറികളായിട്ട് അല്ലെങ്കിൽ പല പോയിന്റുകളായിട്ട് ഒരിക്കലും. ഒന്നാമത്തത് തിയറി ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിങ് ആണ്. അതായത് ഉൽപ്പന്ന വില നിർണ്ണയ സിദ്ധാന്തം എന്ന് പറയും ഒന്നാമത്തത്. ഇതിൻ്റെ വ്യാപ്തിയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം ഉൽപ്പന്ന വില നിർണ്ണയ സിദ്ധാന്തം. അതായത് മൈക്രോ എക്കണോമിക്സ് ഡിമാൻഡ് വിശകലനം അല്ലെങ്കിൽ വ്യക്തിഗത ഉപഭോക്താക്കളുടെ പെരുമാറ്റം, വിതരണ വിശകലനം അല്ലെങ്കിൽ വ്യക്തിഗത നിർമ്മാതാക്കളുടെ പെരുമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ തിയറിയാണ് എന്ത്? ഉൽപ്പന്ന വില നിർണ്ണയ സിദ്ധാന്തം. രണ്ടാമത്തത് ഘടക വില നിർണ്ണയ സിദ്ധാന്തമാണ്. സ്കോപ്പിൽ വരുന്ന രണ്ടാമത്തത് ഘടക
ഘടക വില നിർണ്ണയ സിദ്ധാന്തമാണ്. തിയറി ഓഫ് ഫാക്ടർ പ്രൈസിംഗ് എന്ന് പറയും കേട്ടോ. ഉൽപ്പാദന പ്രക്രിയ, ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകത്വം എന്നീ ഉൽപ്പാദന ഘടകങ്ങളാൽ നയിക്കപ്പെടുന്നതാണ്. അതിനവർക്ക് പ്രതിഫലമായി വാടക, കൂലി, പലിശ, ലാഭം എന്നീ രൂപത്തിൽ നഷ്ടപരിഹാരം, അതായത് അവർ ചെയ്യുന്ന ജോലിക്കുള്ളൊരു കൂലി എന്നോണം കൊടുക്കുന്നുമുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് സാമ്പത്തിക ക്ഷേമ സിദ്ധാന്തം, തിയറി ഓഫ് എക്കണോമിക് വെൽഫെയർ. വിഭവ വിതരണത്തിൻ്റെ കാര്യക്ഷമതയാണ് സാമ്പത്തിക ക്ഷേമ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. വിഭവങ്ങളുടെ വിതരണം വ്യക്തികളുടെ സന്തോഷം വർദ്ധിപ്പിക്കുമ്പോൾ കാര്യക്ഷമത നേടാൻ കഴിയും. സാമ്പത്തിക കാര്യക്ഷമത നേടാൻ 3 കാര്യക്ഷമത ആവശ്യമാണ് എന്ന് പറയാം കേട്ടോ. എക്കണോമിക് എഫിഷ്യൻസിക്കുള്ള 3 എഫിഷ്യൻസികൾ ഏതെല്ലാമാണെന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. അതിലൊന്നാമത്തത് ഉൽപ്പാദനത്തിൽ കാര്യക്ഷമത എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിലെ കാര്യക്ഷമത എന്ന് പറയുന്നത് ലഭ്യമായ വിഭവങ്ങളിൽ നിന്ന് സാധ്യമായ പരമാവധി ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ എഫിഷ്യൻസി അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യക്ഷമത എന്ന് പറയുന്നത് ഉപഭോഗത്തിലെ കാര്യക്ഷമതയാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടത്, ഉപഭോഗത്തിലെ കാര്യക്ഷമത. രണ്ടാമത്തത് അതിൽ പറയുന്നത് ഉപഭോഗത്തിൻ്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് സമൂഹത്തിന് മൊത്തത്തിലുള്ള സംതൃപ്തി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഉപഭോക്താക്കൾക്കിടയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിഹിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ എഫിഷ്യൻസിയാണ് മൊത്തത്തിലുള്ള സാമ്പത്തിക കാര്യക്ഷമത. മൊത്തത്തിലുള്ള സാമ്പത്തിക കാര്യക്ഷമത എന്ന് പറയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും സൃഷ്ടിയെ, ഉൽപ്പാദനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം വിശാലമായ സാമ്പത്തിക സംഗ്രഹങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നില്ല. പറഞ്ഞല്ലോ, പേരെന്താണ്, ചെറിയ യൂണിറ്റുകളിലാണത് പഠനം നടത്തുന്നത്, ശ്രദ്ധ ചെലുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക സിദ്ധാന്തങ്ങളിൽ മുകളിൽ പറഞ്ഞ കാര്യക്ഷമത കൈവരിച്ച സാഹചര്യങ്ങളെ നമുക്ക് അത്രയും മാത്രമേ നമുക്കതിൽ, അതായത് ഈ 3 പറഞ്ഞ കാര്യക്ഷമതകൾ അത് കൈവരിക്കുന്നു എന്നുള്ളിടത്തേക്ക് അതിൻ്റെ വ്യാപ്തി അതിന് ചുരുങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനത്ര മാത്രമേ അതിൽ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അത് ചോദിക്കുക അങ്ങനെയാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്നാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല സുഖം 3 കോളം വരച്ചിട്ട് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസം എന്ന് ഒരു കള്ളത്ത് കൊടുക്കുക. പിന്നെ മൈക്രോ എക്കണോമിക്സും കൊടുക്കുക, അപ്പുറത്തെ കള്ളിയിൽ മാക്രോ എക്കണോമിക്സും കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വ്യവസ്ഥയെയും സമ്പദ് വ്യവസ്ഥയുടെ വിഭാഗത്തെയും കുറിച്ചുള്ള പഠനമാണ്. അതൊരു ചെറിയൊരു യൂണിറ്റിനെ കുറിച്ചുള്ള പഠനം. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നതോ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പഠനമാണ്. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങളിലുള്ള വ്യത്യാസമാണ്, ഉദ്ദേശത്തിലുള്ള വ്യത്യാസമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സിൻ്റെ ഉദ്ദേശം വിപണി വിശകലനം ചെയ്യുകയും ചരക്കുകളുടെ നിലവാരം നിർണ്ണയിക്കുകയും ചെയ്യുക എന്നതാണ്. അതേസമയം മാക്രോ എക്കണോമിക്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയ വരുമാനം, അതുപോലെ സാമ്പത്തിക വളർച്ചയും പരമാവധിയാക്കുക എന്നതാണ്. ഇനി കൈകാര്യം ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ വിതരണം, ഡിമാൻഡ്, ഉൽപ്പാദനം, വില നിലവാരം, ഉപഭോഗം തുടങ്ങിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണത് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സോ ദേശീയ വരുമാനം, വരുമാന വിതരണം, തൊഴിൽ, പണപ്പെരുപ്പം, പണം മുതലായ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി പ്രധാന നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണ് ഓരോന്നിലും. അപ്പോൾ മൈക്രോ എക്കണോമിക്സിലാണെങ്കിൽ ഇതിൻ്റെ പ്രധാന നിർണായകം വിലയാണ്, വില നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അതേസമയം മാക്രോ എക്കണോമിക്സോ അതിൻ്റെ പ്രധാന നിർണ്ണയം വരുമാനമാണ്, ഓരോരുത്തരുടെയും വരുമാനം നിർണ്ണയിക്കലാണ്. ഇനി സമീപനങ്ങളാണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ സമീപനം എന്ന് പറയുന്നത് ഇത് താഴെയുള്ളൊരു സമീപനമാണ്. എന്ന് പറയുമ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയും കേട്ടോ. അങ്ങനെയുള്ളൊരു സമീപനമാണ്, ഏറ്റവും ചെറിയ യൂണിറ്റിലുള്ളൊരു സമീപനമാണ് അത് ഉപയോഗിക്കുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സ് ആണെങ്കിലോ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള സമീപനമാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ്. ഏതിലൊക്കെ മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും എന്തെല്ലാം പരിഹാര മാർഗ്ഗങ്ങൾ. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് നോക്കിയാൽ എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നത്തിനാണ് അത് പരിഹാരം നൽകുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സോ സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളുടെ ഉപയോഗക്കുറവ് എന്ന പ്രശ്നത്തിന് പരിഹാരം നൽകുന്നു. ഇനി വ്യത്യാസം വരുന്നത് പ്രാധാന്യത്തിലാണ്, അതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില നിയന്ത്രിക്കുന്നതിനും ഉൽപ്പാദന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിനുമാണ് അത് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. അതേസമയം മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വ്യത്യാസം അക്കൗണ്ടുകളിലാണ്. അതായത് ഇപ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഒരു പ്രത്യേക ചരക്കിൻ്റെ വില നിർണ്ണയിക്കുന്നതിനുള്ള ആവശ്യകതയും വിതരണവും പോലുള്ള ഘടകങ്ങളെയാണ് അത് കണക്കിലെടുക്കുന്നത്. ഇതിനെ കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അതേസമയം മാക്രോ എക്കണോമിക്സോ പൊതുവായ വില നിലവാരം നിർണ്ണയിക്കുന്നതിനുള്ള മൊത്തത്തിലുള്ള ഡിമാൻഡും മൊത്തത്തിലുള്ള വിതരണവുമാണ്
അത് കണക്കിലെടുക്കുന്നത്. ഇനി വ്യാപ്തിയിലുള്ള വ്യത്യാസം എന്താ നോക്കാം. മൈക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിന് ഇടുങ്ങിയ വ്യാപ്തിയുള്ളൂ, വളരെ ചുരുങ്ങിയ വ്യാപ്തിയേ ഉള്ളൂ. അതേരെ മറിച്ച് മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മാക്രോ എക്കണോമിക്സിന് വിശാലമായ വ്യാപ്തിയുണ്ട്. ഇനി പ്രധാന ഉപകരണങ്ങൾ എങ്ങനെ പിന്നെ ഓരോന്നിലുമുള്ള. അപ്പോൾ മൈക്രോ എക്കണോമിക്സിലാണെങ്കിൽ ആവശ്യവും വിതരണവുമാണ് അതിൻ്റെ പ്രധാന ഉപകരണങ്ങൾ. അതേസമയം മാക്രോ എക്കണോമിക്സിലോ മൊത്തത്തിലുള്ള ഡിമാൻഡും മൊത്തത്തിലുള്ള വിതരണവുമാണ് അതിൻ്റെ പ്രധാന ഉപകരണങ്ങൾ. ഇനി ഇതിന് ഓരോന്നിനുമുള്ള മറ്റ് പേരുകൾ അത് വ്യത്യസ്തം തന്നെയല്ലേ. നമ്മൾ പറഞ്ഞല്ലോ മൈക്രോ എക്കണോമിക്സിന് എന്ത് പേര് കൂടി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത് വില സിദ്ധാന്തം എന്നും പേരിലും കൂടി അറിയപ്പെടുന്നു, പ്രൈസ് തിയറി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു പറഞ്ഞില്ലേ. അതേസമയം മാക്രോ എക്കണോമിക്സ് വരുമാന സിദ്ധാന്തവും തൊഴിൽ സിദ്ധാന്തവും എന്ന് അറിയപ്പെടുന്നു, തിയറി ഓഫ് ഇൻകം ആൻഡ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഇനി ഇതിന് ഉദാഹരണങ്ങളാണ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാനുള്ളത്, ഡിഫറൻഷിയേറ്റിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിന് ഉദാഹരണം ചോദിച്ചാൽ വ്യക്തിഗത വരുമാന സമ്പാദ്യം, അതുപോലെ ഒരു ചരക്കിൻ്റെ വില നിർണ്ണയം, വ്യക്തിഗത സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനം, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ തുടങ്ങിയവയാണ് മൈക്രോ എക്കണോമിക്സിന് നമുക്ക്, അതായത് ഓരോ വ്യക്തിയുടേത് എടുത്ത് പറയുമ്പോൾ അതെന്താണ് മൈക്രോ എക്കണോമിക്സിന് ഉദാഹരണം. അതേസമയം മാക്രോ എക്കണോമിക്സിന് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദേശീയ വരുമാനം, പൊതുവില നിലവാരം, മൊത്തത്തിലുള്ള വിതരണം, മൊത്തത്തിലുള്ള ആവശ്യം, തൊഴിലില്ലായ്മ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഉദാഹരണങ്ങൾ, മാക്രോ എക്കണോമിക്സിൻ്റെ പ്രധാന ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഈ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഒന്നിനെ മാറ്റി നിർത്തി നമുക്ക് മറ്റൊന്ന് പഠിക്കാൻ കഴിയില്ല. പ്രൊഫസർ സാമുവൽസണിൻ്റെ അഭിപ്രായത്തിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും വേർപ്പെടുത്താൻ കഴിയില്ല, രണ്ടും പ്രധാനമാണ്. ഒന്നിനെക്കുറിച്ച് അറിയാതെ മറ്റൊന്ന് മനസ്സിലാക്കിയാൽ പകുതി വിദ്യാഭ്യാസമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്, സാമുവൽസൺ പറയുന്നത്. ഇനി നമുക്കിതിലടുത്തത് വരുന്നത് സ്കെയർസിറ്റി ആൻഡ് ചോയ്സ്, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. ക്ഷാമവും തെരഞ്ഞെടുപ്പും കേന്ദ്ര സാമ്പത്തിക പ്രശ്നം. പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ആളുകൾ അവരുടെ പരിധിയില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്നതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ മറ്റെല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം അതാണ്. പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിധിയില്ലാത്ത ആഗ്രഹങ്ങളെ നിറവേറ്റാൻ മനുഷ്യൻ ശ്രമിക്കുന്നു എന്നത്. പരിധിയില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പരിമിതമോ ഭയപ്പെടുന്നതോ ആയ മാനുഷികമോ അല്ലാത്തതുമായ വിഭവങ്ങളുടെ ഉപയോഗത്തെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം എന്ന് വിളിക്കുന്നത്. പരിമിതികളില്ലാത്ത ആവശ്യം എന്നത് ചരക്കുകളേക്കാൾ കൂടുതൽ ആവശ്യങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. വിഭവങ്ങൾ പരിമിതമായതിനാൽ ഉൽപ്പാദന ഘടകങ്ങളും എന്താണ്, പരിമിതമാണ്. ഒരു ഉപഭോക്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധ്യമല്ല, ആണോ? അല്ല, അത് അസാധ്യമായൊരു കാര്യമാണ്. ഉപഭോക്താവ് അവരുടെ ആഗ്രഹങ്ങളിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തിരഞ്ഞെടുക്കണം. അതാണ് നമ്മൾ നേരത്തെ സ്കെയർസിറ്റി ആൻഡ് ചോയ്സ് എന്ന് പറഞ്ഞില്ലേ, തിരഞ്ഞെടുപ്പ്. അതിനാൽ തിരഞ്ഞെടുപ്പും ദൗർലഭ്യവും സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങളാണ്. ഇനി നമുക്ക് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ആണ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും. വരും കേട്ടോ. അത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിനിമയം, ഉപഭോഗം എന്നിവയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ചിലത്. അതിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന പ്രശ്നം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ദൗർലഭ്യം തന്നെയാണ്, വിഭവങ്ങളുടെ ദൗർലഭ്യം തന്നെയാണ്. കാരണം എല്ലാ നാഗരികതകളിലെയും എല്ലാ വ്യക്തികളിലും ഇത് എപ്പോഴും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഏത് നാഗരികത എടുത്താലും അവിടെയൊക്കെ എന്താണ്, ആഗ്രഹങ്ങൾ വലുതാണ്, വിഭവങ്ങൾ പരിമിതവുമാണ്. ദൗർലഭ്യം സാർവത്രിക സാമ്പത്തിക പ്രശ്നമായിട്ടാണ് അറിയപ്പെടുന്നത്. ഓരോ സമൂഹവും വിഭവങ്ങളുടെ ദൗർലഭ്യം കൈകാര്യം ചെയ്യണം. മാത്രവുമല്ല, വിഭവങ്ങളുടെ ദൗർലഭ്യമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നത്തിലേക്ക് നയിക്കുന്നതും. അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഏറ്റവും പ്രധാനമായത് ഏതെന്ന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ പരിമിതമാണെങ്കിൽ നമുക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുമല്ലോ. അതാ പറഞ്ഞത്. സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ഇടപെടുന്ന ഏതൊരു സമൂഹം അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, എന്ത് ചരക്കുകളും സേവനങ്ങളും നിർമ്മിക്കണം എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, ആ ചരക്കുകളും സേവനങ്ങളും എങ്ങനെ നിർമ്മിക്കണം. മൂന്നാമത്തെ പ്രശ്നം, ചരക്കുകളും സേവനങ്ങളും ആർക്ക് വേണ്ടിയാണ് നിർമ്മിക്കേണ്ടത്. നാലാമത്തെ പ്രശ്നം, എങ്ങനെ സാമ്പത്തിക വളർച്ച, അങ്ങനെ ഉൽപ്പാദിപ്പിച്ചിട്ട് എങ്ങനെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കാം. അഞ്ചാമത് നേരിടുന്ന പ്രധാന പ്രശ്നം, കാലക്രമേണ ഒരു നിശ്ചിത അളവ് ചരക്ക് എങ്ങനെ റേഷൻ ചെയ്യാൻ പറ്റും, അതായത് ന്യായമായ വിലക്ക് ആളുകൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇത്രയും നമ്മൾ എസ്സേയിൽ വരേണ്ട കാര്യങ്ങൾ, ആമുഖമായിട്ട് വരേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ആ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം,
അതാണ് ഒരു പ്രശ്നം. എന്തുൽപ്പാദിപ്പിക്കണം എന്നത് സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കേണ്ട ചരക്കുകളും സേവനങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് സമൂഹത്തിലെ ഓരോ അംഗത്തിനും ആവശ്യമുള്ളത്ര ഓരോ ഉൽപ്പന്നമോ സേവനമോ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കും കഴിയില്ല. ഏത് ചരക്കുകളും സേവനങ്ങളും സൃഷ്ടിക്കണമെന്നും ഓരോന്നും എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നും ഓരോ സമൂഹവും കൃത്യമായിട്ട് തീരുമാനിക്കണം. അതാണ് ചോയ്സ് കേട്ടോ. ലഭ്യമായ വിഭവങ്ങൾ പരിഗണിക്കാതെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഫലമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകൾ അവരുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിവിധ തന്ത്രങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും എന്താ സ്വീകരിച്ചിട്ടെന്നൊക്കെ. അപ്പോൾ ഒരു സ്വതന്ത്ര കമ്പോള സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ, അതൊരു എന്താ പറയുക, നമ്മൾ ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അത് എന്തുൽപ്പാദിപ്പിക്കണം എന്നത് അവിടെ വില സംവിധാനമാണ് തീരുമാനിക്കുക. ഇവിടെ നിർമ്മാതാക്കൾക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിയുന്ന ചരക്കുകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഒരു മാർക്കറ്റ് എക്കണോമിയിൽ ഉപഭോക്താക്കൾ കൂടുതൽ പണം ചെലവാക്കാൻ തയ്യാറുള്ള സാധനങ്ങളാണ് അവർ ഉൽപ്പാദിപ്പിക്കുക. ഒരു ചരക്കിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ വിതരണവും കൂടും. മറുവശത്ത് വിലയുടെ ഇടിവ് സാധാരണയായി വിതരണം ചെയ്യുന്ന ചരക്കിൻ്റെ അളവ് കുറയുന്നതിന് കാരണമാകും. ഇതൊക്കെ പറയുന്നത് എവിടെയാണ്? ഒരു മാർക്കറ്റ് എക്കണോമിയിലോ ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥയിലോ. നേരെ മറിച്ച് ഒരു ഡിമാൻഡ് എക്കണോമി അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലാണെങ്കിലോ അവിടെ എന്തുൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം പരിഹരിക്കുന്നത് സർക്കാരോ കേന്ദ്ര ആസൂത്രണ അതോറിറ്റിയോ ആണ്. അതായത് കേന്ദ്രമാണ് തീരുമാനിക്കുക. കേന്ദ്ര ആസൂത്രണ അതോറിറ്റി എന്നത് സമ്പദ് വ്യവസ്ഥയെ ആസൂത്രണം ചെയ്യാൻ രൂപീകരിച്ച സർക്കാർ ബോഡിയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. രാജ്യത്തിൻ്റെ മുൻഗണനകളും ലഭ്യമായ വിഭവങ്ങളും അനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും തരങ്ങൾ കേന്ദ്ര ആസൂത്രണ അതോറിറ്റി നിർണ്ണയിക്കും. രാജ്യത്തിന് ആവശ്യമായ ഇനങ്ങൾക്ക് വേണ്ടി അവർ വിഭവങ്ങൾ കൂടുതൽ വ്യാപകമായി വിതരണം ചെയ്യുന്നതാണ് ഉപയോഗിക്കും. വളർച്ച, സമത്വം, വിലസ്ഥിരത എന്നിവയാണ് രാജ്യത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങളായിട്ട് അവർ കാണുന്നത്. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നികുതി, ചെലവ്, പൊതുകടം, കമ്മി, ധനസഹായ പരിപാടികൾ തുടങ്ങിയ ധനനയങ്ങൾ സർക്കാർ നടപ്പിലാക്കും. ഇതാണ് എവിടെ ചെയ്യുന്നത്? ഒരു ഡിമാൻഡ് എക്കണോമിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ചെയ്യുന്നത്. ഇനി ഒരു പൊതു സ്വകാര്യ മേഖലകൾ രാജ്യത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മിക്സ്ഡ് എക്കണോമി ആണെങ്കിലോ അവിടെ സ്വകാര്യ മേഖല ഒരു സ്വതന്ത്ര കമ്പോള സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ ചില ഇനങ്ങളുടെ വിതരണവും ആവശ്യവും അനുസരിച്ച് വിലകൾ വ്യത്യാസപ്പെടും. അതിൻ്റെ ഫലമായി ഉപഭോക്തൃ ഡിമാൻഡും വിപണി വിലയും അടിസ്ഥാനമാക്കി സ്വകാര്യ മേഖലയ്ക്ക് ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതായത് ഒരു മാർക്കറ്റ് എക്കണോമികളെ പോലെ അവിടെ സ്വകാര്യ മേഖല ആ കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ പണധന നയങ്ങൾ വഴി ഗവൺമെൻറ്റിന് സ്വകാര്യ മേഖലയിൽ ഉൽപ്പാദനം നിയന്ത്രിക്കാം. കാരണം അതിൽ നിന്ന് എന്ത് കിട്ടും? നികുതിയായിട്ട് വരുമാനം കിട്ടും. അതുവഴി ഗവൺമെൻറ്റിന് എന്തിനു കഴിയും? ഉൽപ്പാദനം നിയന്ത്രിക്കാൻ കഴിയും. മറുവശത്ത് ആസൂത്രണ അതോറിറ്റി പൊതുമേഖലയ്ക്ക് വേണ്ടി നിയന്ത്രിത വില സംവിധാനം ഉപയോഗിക്കും. എവിടെ? ഒരു മിശ്ര സമ്പത്ത്. രണ്ടു കൂട്ടരും ഉണ്ടല്ലോ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ. ഒരു സ്വകാര്യ മേഖലയുടെ പങ്കുണ്ട്, ഒരു പൊതുമേഖലയുടെ പങ്ക്, രണ്ടും കൂടിയതാണ്. അങ്ങനെ പൊതുമേഖലയിൽ ഉൽപ്പാദിപ്പിക്കേണ്ട ചരക്കുകളും സേവനങ്ങളും കേന്ദ്ര ആസൂത്രണ കമ്മിറ്റി നിർണ്ണയിക്കും. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സ്വതന്ത്ര കമ്പോള സംവിധാനവും നിയന്ത്രിത വിപണി സംവിധാനവുമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ എന്തുൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം പരിഷ്കരിച്ച ചില വില സാധ്യതയുമായിട്ട് അല്ലെങ്കിൽ വില സമ്പ്രദായവുമായി സംയോജിപ്പിച്ച് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രശ്നമാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. നോക്കുക, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഉൽപ്പാദനത്തിൻ്റെ നിർദ്ദിഷ്ട നടപടിക്രമത്തിൽ എടുക്കുന്ന തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ തന്നിരിക്കുന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് സാങ്കേതികമായി സാധ്യമായ ഒന്നിലധികം മാർഗങ്ങളുണ്ടാവും. കുറഞ്ഞ മൂലധനവും കൂടുതൽ അധ്വാനവും സംയോജിപ്പിക്കുന്ന ഉൽപ്പാദന സാങ്കേതികതയാണ് അധ്വാന തീവ്രമായ സാങ്കേതികത എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ്? കുറഞ്ഞ മൂലധനവും കൂടുതൽ അധ്വാനവും വേണ്ടിവരുന്ന ഉൽപ്പാദന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അധ്വാന തീവ്രമായ സാങ്കേതികത എന്ന് വിശേഷിപ്പിക്കും. അതേസമയം ഉയർന്ന മൂലധനവും കുറഞ്ഞ അധ്വാനവും സംയോജിപ്പിക്കുന്ന ഉൽപ്പാദന സാങ്കേതികത മൂലധന തീവ്രമായ ഉൽപ്പാദന രീതി എന്ന് വിശേഷിപ്പിക്കും. ഏത് ഉൽപ്പാദന രീതി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും ഘടകങ്ങളുടെ ലഭ്യതയും അതിൻ്റെ വിലയെയും ആശ്രയിച്ചിരിക്കും. ഏറ്റവും കുറഞ്ഞ ചിലവുള്ള ഉൽപ്പാദന തന്ത്രം തിരഞ്ഞെടുക്കുക എന്നതാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും നല്ല നടപടിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒരു സ്വതന്ത്ര കമ്പോള സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം വില സംവിധാനമാണ് നിർണ്ണയിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെ എന്തുൽപ്പാദിപ്പിക്കണം എന്നതും വില സംവിധാനം തന്നെ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതും വില സംവിധാനം തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഉൽപ്പാദന ചെലവിലുള്ള രീതിയിൽ നിർമ്മാതാവ് തിരഞ്ഞെടുക്കും. ഇനി ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണെങ്കിലോ അവിടെ കേന്ദ്ര ആസൂത്രണ അതോറിറ്റിയാണ് ഉൽപ്പാദന സാങ്കേതികതകളോ നടപടിക്രമങ്ങളോ തീരുമാനിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മികച്ച സമീപനം അവർ തിരഞ്ഞെടുക്കും.
ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഘടക വില നിർണ്ണയം, അതുപോലെ സാങ്കേതിക പ്രവേശനക്ഷമത, അതൊക്കെ എന്ത് ചെയ്യുന്നത് മുതലായവയെ അടിസ്ഥാനമാക്കി സ്വകാര്യ മേഖല ഉൽപ്പാദന രീതി തിരഞ്ഞെടുക്കും. മറുവശത്ത് കേന്ദ്ര ആസൂത്രണ അതോറിറ്റി പൊതുമേഖലയുടെ ഉൽപ്പാദന രീതിയോ സാങ്കേതികതയോ തിരഞ്ഞെടുക്കുകയും ചെയ്യും. രണ്ടുകൂട്ടർ അവരുടേതായ രീതി തിരഞ്ഞെടുക്കും. ദേശീയ മുൻഗണനകൾ, ദേശീയ തൊഴിൽ നയങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ എന്നിവയെ പൊതുമേഖലയ്ക്ക് ഉൽപ്പാദന രീതി തിരഞ്ഞെടുക്കുമ്പോൾ നിർണായക ഘടകങ്ങളായിട്ട് എടുക്കേണ്ടതുണ്ട്. എന്നാൽ അതൊക്കെ നോക്കിയിട്ട് ഒരു പൊതുമേഖലയ്ക്ക്, ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഒരു പൊതുമേഖലയ്ക്ക് ഉൽപ്പാദന രീതി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇനി അടുത്തൊരു പ്രശ്നമാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് ഉപഭോക്താക്കൾക്കിടയിൽ അന്തിമ ഉൽപ്പന്നം എങ്ങനെ വിതരണം ചെയ്യപ്പെടും എന്ന് വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതായത് ആർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമൂഹം അത് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കലാണല്ലോ. ഓരോ സമ്പദ് വ്യവസ്ഥയും പരിമിതമായ അളവിലുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കും. അതിനാൽ ഒരു സമൂഹത്തിനും അതിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഏത് സമ്പദ് വ്യവസ്ഥയായാലും. ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ അളവിൽ വാങ്ങാൻ കഴിയുന്ന വ്യക്തികൾക്കായി ഔട്ട്പുട്ട് സംവരണം ചെയ്തിരിക്കും. അതായത് ആവശ്യക്കാർക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നർത്ഥം. ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലോ അവിടെ സാമൂഹിക നീതി ഉറപ്പാക്കാൻ സർക്കാർ റേഷൻ സാധനങ്ങൾ നൽകും. ഇവിടെ പൊതുവിതരണ സംവിധാനങ്ങൾ പോലുള്ള പ്രത്യേക സംവിധാനങ്ങളിലൂടെ ന്യായമായ നിരക്കിലോ ന്യായവിലയിലോ സാധനങ്ങൾ വിതരണം ചെയ്യപ്പെടും. ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അല്ലെങ്കിൽ ഡിമാൻഡ് എക്കണോമിയിൽ കേട്ടോ. ഇനി ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിലോ അവിടെ ഉയർന്ന വാങ്ങൽ ശേഷിയുള്ള ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് സ്വകാര്യ മേഖല അതിൻ്റെ വിഭവങ്ങൾ ഉപയോഗിക്കും. നേരെ മറിച്ച് അവിടെ പൊതുമേഖലയോ ഈ മേഖലയിലെ നികുതി നയം, ലൈസൻസിങ്, പിന്നെ അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്വകാര്യ മേഖലയെ സർക്കാർ നിയന്ത്രിക്കും കേട്ടോ. പിന്നെ ഇവിടെ റേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നത് ദരിദ്രരായ ആളുകൾക്ക് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ സാമൂഹിക നീതി ഉറപ്പാക്കാൻ ശ്രമിക്കും. ഇത്രയാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.